ഹലോ ഗുഡ് പീപ്പിൾ, ദിസ് ഈസ് ശങ്കർ ഫ്രം മ്യൂസിക് പ്രൊഡക്ഷൻ ഹബ്ബ്. എല്ലാവർക്കും മ്യൂസിക് പ്രൊഡക്ഷൻ ഹബ്ബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മിഡി കൺട്രോളേഴ്സിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഓഡിയോ ഇൻ്റർഫേസിനെ കുറിച്ചിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോകളിൽ വന്ന കമൻസിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടായത്. ചില യൂസേഴ്സിൻ്റെ ഡൗട്ടായിരുന്നു എങ്ങനെ മിഡി കൺട്രോളേഴ്സ് നമുക്ക് കണക്ട് ചെയ്യുക, കുറച്ച് നല്ല മിഡി കൺട്രോളേഴ്സ് ബഡ്ജറ്റിലുള്ളത് പറയാമോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ആ ക്വസ്റ്റ്യൻസിൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് മെയിനായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു 10 ബ്രാൻഡുകളെ കുറിച്ചിട്ടാണ് മിഡി കൺട്രോളേഴ്സ്. നമ്മൾ ഹൈ എൻഡ് കൺട്രോളേഴ്സിലേക്ക് പോകുന്നില്ല. നമുക്ക് ഒരു മീഡിയം ബഡ്ജറ്റിൽ മ്യൂസിക് പ്രൊഡക്ഷനിലേക്ക് വരുന്ന ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയതുമായിട്ടുള്ള കുറച്ച് നല്ല മീഡിയം ബഡ്ജറ്റിലുള്ള മിഡി കൺട്രോളേഴ്സിനെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 10 ബ്രാൻഡാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ ഫസ്റ്റ് ബ്രാൻഡായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നെക്റ്റാർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. നെക്റ്റാറിൻ്റെ ഒരു മിഡി കൺട്രോളർ ഞാൻ സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നെക്റ്റാറിൻ്റെ ഇമ്പാക്റ്റ് GX49 എന്ന് പറഞ്ഞൊരു കീബോർഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ മിഡി കൺട്രോളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു മിനി സെറ്റപ്പിൽ യൂസ് ചെയ്യുന്നൊരു മിഡി കൺട്രോളറാണ് നെക്റ്റാറിൻ്റെ ഇമ്പാക്റ്റ് GX49 എന്ന് പറഞ്ഞത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മിഡി കൺട്രോളറാണ്. അപ്പോൾ എന്താണ് മിഡി? മിഡി സ്റ്റാൻഡ്സ് ഫോർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഡിജിറ്റൽ ഇൻ്റർഫേസ്. സിമ്പിളായിട്ട് നമുക്ക് വ്യത്യസ്ത ഇലക്ട്രോണിക് മ്യൂസിക് ഉപകരണങ്ങൾ തമ്മിൽ മ്യൂസിക്കൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ്. നമ്മുടേതായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷകൾ പോലെ തന്നെ സംഗീത ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ആയിട്ടുള്ള സംഗീത ഉപകരണങ്ങൾ പരസ്പരം സംസാരിക്കുന്ന ഒരു ഭാഷയാണ് മിഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിന്തസൈസേഴ്സ് ഉണ്ട്, മ്യൂസിക് വർക്ക് സ്റ്റേഷൻസ് ഉണ്ട്, റിതം പ്രോഗ്രാം ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്, ഡ്രം മെഷീൻസ് ഉണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് ഉപയോഗിക്കുന്ന ഡിജിറ്റലോടെ വർക്ക് സ്റ്റേഷൻ സോഫ്റ്റ്വെയറുകളുണ്ട്. ഇവയെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊരു കോമൺ ആയിട്ടുള്ളൊരു ലാംഗ്വേജ് വേണം, ഒരു പ്രോട്ടോക്കോൾ വേണം. ആ പ്രോട്ടോക്കോളാണ് മിഡി. ഡേവിസ് സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഞ്ചിനീയറാണ് ഈ മിഡി പ്രോട്ടോക്കോൾ സ്റ്റാൻഡർഡൈസായിട്ട് കൊണ്ടുവന്നത്. മിഡി കൺട്രോളേഴ്സിലേക്ക് നമുക്ക് കടക്കാം. മിഡി കൺട്രോളേഴ്സ് ആക്ച്വലി ചെയ്യുന്നത് സിമ്പിളായിട്ട് നമ്മൾ ഏത് കീ പ്രസ് ചെയ്യുന്നു, അത് എത്ര ഫോഴ്സിൽ പ്രസ് ചെയ്യുന്നു, എത്ര നേരം പ്രസ് ചെയ്യുന്നു, എപ്പോൾ റിലീസ് ചെയ്യുന്നു തുടങ്ങിയ മെസ്സേജുകളാണ് മിഡി ആയിട്ട് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ടൊരു മിഡി കൺട്രോളർ എങ്ങനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സിന്തസൈസേഴ്സ് അതുപോലെ മ്യൂസിക് വർക്ക് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിവൈസുകൾ കാണും. ഒരു കാലഘട്ടം മുമ്പുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിലൊക്കെ തന്നെയും മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്റ്റുഡിയോകളിൽ ഒരുപാട് കീബോർഡ്സും ഡ്രം മെഷീൻസും സിന്തസൈസേഴ്സും ഒക്കെ കാണാം. അപ്പോൾ ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നതും മ്യൂസിക് എക്സ്ചേഞ്ച് ചെയ്യുന്നതും ഒക്കെ ഈ മിഡി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കുറേ കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. നമ്മൾ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ഇന്നത്തെ ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ സോഫ്റ്റ്വെയറുകൾ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബേസ്, ലോജിക് പ്രോ, FL സ്റ്റുഡിയോ തുടങ്ങിയ മ്യൂസിക് പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവർക്ക് സിമ്പിളായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്കൊരു മിഡി കൺട്രോളർ മിനിമം വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കൊരു പിച്ച് ബെൻഡ് വീല് വേണം, ഒരു മോഡുലേഷൻ വീല് വേണം, കുറച്ച് നല്ല വെലോസിറ്റി സെൻസിറ്റിവിറ്റി ഉള്ള കീസ് വേണം. നമുക്ക് ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മിഡി കൺട്രോളേഴ്സ് സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ കീ സൈസ് എന്ന് പറയുന്നത് 49 കീ ചൂസ് ചെയ്യാം. കുറച്ചുകൂടി സ്പേസ് ഉള്ള ആളുകൾക്ക് 61 കീ ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഡെസ്കിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കീബോർഡിന് 49 കീ ആണ്. അത്യാവശ്യം നമുക്ക് എല്ലാ തരത്തിലുള്ള മ്യൂസിക് പ്രോഗ്രാമിംഗ് ഈ കീബോർഡ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആക്ച്വലി മിഡിയിൽ ശബ്ദം ഒന്നും തന്നെയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കീ പ്രസ്സും അതേപോലെ തന്നെ നമ്മുടെ കീബോർഡിലുള്ള അതർ കൺട്രോളേഴ്സിൻ്റെ ഡാറ്റയാണ് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. സൗണ്ട്സ് എല്ലാം കിടക്കുന്നത് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് പ്ലഗിൻസ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മിഡി കൺട്രോളേഴ്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിൻ്റെ ക്വാളിറ്റി. നിങ്ങൾ ഏത് പ്ലഗിൻസ് ഉപയോഗിക്കുന്നു, എന്ത് സൗണ്ട് മൊഡ്യൂൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ആക്ച്വലി സൗണ്ട് ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. നമ്മൾ ആദ്യം നോക്കുന്ന കമ്പനി നെക്റ്റാർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. നെക്റ്റാറിൻ്റെ മിഡി കൺട്രോളേഴ്സ് ഓൾറെഡി ഫേമസ് ആണ്. അവരുടെ ബേസ് റേഞ്ച് മുതൽ ഹൈ എൻഡ് റേഞ്ച് വരെയുള്ള മിഡി കൺട്രോളേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു മീഡിയം ബഡ്ജറ്റിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മിഡി കൺട്രോളറാണ്. ഇമ്പാക്റ്റ് GX49 ആണ് ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മിഡി കൺട്രോളർ. ഞാനിത് പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു മിഡി കൺട്രോളറാണ്. 49 കീസാണുള്ളത്. വെലോസിറ്റി സെൻസിറ്റിവിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല കീ ടച്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ വായിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ ഫീലോടുകൂടി നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള നിങ്ങളുടെ ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷനിൽ ഉള്ള ഇൻസ്ട്രുമെൻറ്റുകളെ കുറിച്ചിട്ടാണ്. നമുക്ക് അത്യാവശ്യം നല്ല ഫീലോടുകൂടി തന്നെ വായിക്കാൻ സാധിക്കും. എസ്പെഷ്യലി പിയാനോസും അതുപോലെ തന്നെ സിന്ത് സൗണ്ട്സൊക്കെ തന്നെയും നന്നായിട്ട് പ്ലേ ചെയ്യാൻ സാധിക്കും. അധികം വെയിറ്റുള്ള കീസ് അല്ല ഇതിൽ വരുന്നത്. എന്നാലും ക്വാളിറ്റി ഒന്നും അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഒരു പിച്ച് ബെൻഡ് വീലുണ്ട്, ഒരു മോഡുലേഷൻ വീലുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ട്രാൻസ്പോർട്ട് കൺട്രോൾ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ പ്രൈസ് വരുന്നത് 49 കീസിന് അറൗണ്ട് 8,500 മുതൽ 9,000 വരെയാണ്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡീലർ നിങ്ങൾക്ക് ഡിഫറൻറ്റ് പ്രൈസ് വേരിയേഷൻസ് കാണും. ഒരു നല്ല ട്രാൻസ്പോർട്ട് കൺട്രോൾ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഒക്ടേവ് ഷിഫ്റ്റും അതുപോലെ തന്നെ
ട്രാൻസ്പോസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കീസിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കളർ ചേഞ്ചിങ് ആണ്, ഡിഫറൻറ്റ് കളേഴ്സിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീഫാൾട്ട് വാല്യൂസ് ഈ കൊടുത്തിരിക്കുന്ന ഓറഞ്ച് കളറിലായിരിക്കും എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം. ലെഫ്റ്റ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ റൈറ്റ് ഹാൻഡിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്കിത് ഈവൻ ക്യൂബേസിൽ ക്ലിക്കൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു നോബ് കൊടുത്തിട്ടുണ്ട് വോളിയം കൺട്രോൾ ചെയ്യാനായിട്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ചാനൽസിൻ്റെ ഫേഡർ കൺട്രോൾ ചെയ്യാൻ നമുക്കിത് ഉപയോഗിച്ച് സാധിക്കും. ഇവിടെ ഒരു സെറ്റപ്പ് ബട്ടൺ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സെറ്റപ്പ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് കൺട്രോളേഴ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ സെപ്പറേറ്റ് കീപാഡോ അധികം സ്വിച്ചസോ ഇല്ലാതെ നമ്മുടെ ഈ കീസ് തന്നെയാണ് ഡാറ്റ എൻട്രിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വെലോസിറ്റി കർവ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റപ്പ് പ്രസ് ചെയ്തിട്ട് നമ്മൾ വെലോസിറ്റി കർവ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കർവിൻ്റെ ഒരു നമ്പർ സെലക്ട് ചെയ്യാം. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ കീബോർഡിൽ സേവ് ആവും. കീബോർഡ് വളരെ കോമ്പാക്റ്റ് ആണ്, നമുക്ക് ചെറിയ സ്പേസിൽ ഒതുങ്ങുന്ന ഒരു കീബോർഡാണ്. നമുക്ക് 2 കീ സൈസിൽ ഈ കീബോർഡ് അവൈലബിൾ ആണ്. GX49 ഉണ്ട്, GX61 ഉണ്ട്. GX49 നേരത്തെ പറഞ്ഞ പോലെ ഒരു 8500 മുതൽ 9000 റേഞ്ചിലും, GX61 ഒരു 11000ൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആണ്. തൊട്ട് താഴെയായിട്ട് നെക്ടാറിൻ്റെ ഡോ ഇൻ്റഗ്രേഷൻ ഏതൊക്കെ സോഫ്റ്റ്വെയറുകളിൽ ഇത് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒട്ടുമിക്ക ഡോയും കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ പ്രോ ടൂൾസ് മിസ്സിംഗ് ആണ്. പ്രോ ടൂൾസ് ആക്ച്വലി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ HUI എന്ന് പറഞ്ഞ പ്രോട്ടോക്കോളാണ്. ഇപ്പം പുതിയ പ്രോ ടൂൾസ് യൂക്കോണൊക്കെ ഉണ്ട്. HUI പ്രോട്ടോക്കോൾ ആക്ച്വലി ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പ്രോ ടൂൾസ് കൊടുക്കാത്തത്. ബാക്കിയുള്ള മ്യൂസിക് പ്രൊഡക്ഷൻ ഡോ എല്ലാം വർക്ക് ചെയ്യും. ഞാനിത് പേഴ്സണലി ക്യൂബേസിലും അതുപോലെ ലോജിക് പ്രോയിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടിലും ഒരുപോലെ വർക്ക് ചെയ്യുന്നതാണ്, വേറെ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇതിൻ്റെ റിയർ സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം കണക്റ്റേഴ്സ് ഒന്നുമില്ല. നമുക്കൊരു കെൻസിങ്ടൺ ലോക്ക് വരുന്നുണ്ട് ഈ സൈഡിലായിട്ട്. പിന്നെ നമുക്കൊരു പവർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, ഒരു USB 2.0 കണക്ഷൻ ഉണ്ട്, ഒരു സസ്റ്റൈൻ പെഡലിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കൺട്രോളറാണ്. നമുക്കിത് ഐപാഡിൽ വേണമെങ്കിലും കൊടുത്ത് വർക്ക് ചെയ്യാൻ സാധിക്കും. അതൊരു നല്ല ഫീച്ചറാണ്. പിന്നെ ഈ കീബോർഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ക്ലാസ് കംപ്ലൈൻ്റ് ആണ്. നമുക്ക് ഡ്രൈവേഴ്സ് ആവശ്യമില്ല. Windows 7, Windows 8, Windows 10 അതുപോലെ Mac OSൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ OSകളിലും ഈ കീബോർഡ് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അപ്പോൾ MIDI ത്രൂ USB ആണ് ഇന്ന് ഉപയോഗിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. നമ്മുടെ MIDI പ്രോട്ടോക്കോൾ നമുക്ക് USB വഴി സെൻഡ് ചെയ്യുന്ന ഓപ്ഷനാണിത്. അപ്പോൾ ആക്ച്വൽ MIDI ഡാറ്റ തന്നെയാണ് പോകുന്നതെങ്കിലും നമുക്ക് 5-pin DIN MIDI പോർട്ട് അല്ലാതെ USB പോർട്ട് വഴിയാണ് ഇന്നത്തെ എല്ലാ MIDI കൺട്രോളേഴ്സും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ വിൻഡോസിലാണെങ്കിലും മാക്കിലാണെങ്കിലും ഐപാഡിലാണെങ്കിലും ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നമുക്ക് എക്സ്ട്രാ പവർ കണക്ടറിൻ്റെ ആവശ്യവുമില്ല. കാര്യം USB ബസ് പവേർഡ് ആണ്. വളരെ കുറഞ്ഞ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു USB പോർട്ട് മാത്രം മതിയായിരിക്കും പവറിനും ഡാറ്റയ്ക്കും വേണ്ടി. 2 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. സോ ഡെഫിനറ്റ്ലി ഐ വിൽ റെക്കമെൻഡ് ഇമ്പാക്ട് GX49. നെക്സ്റ്റ് നമുക്ക് നോക്കുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞത് MODioയുടെ MIDI കൺട്രോളറാണ്. MODio ഓൾറെഡി പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഒരു മീഡിയം ബഡ്ജറ്റിൻ്റെ അകത്ത് നിൽക്കുന്ന നല്ല MIDI കൺട്രോളേഴ്സ് MODio ഉണ്ട്. MODioയുടെ MIDI കൺട്രോളേഴ്സ് ആദ്യത്തെ ഓക്സിജൻ സീരീസൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ എന്തോ MODio ഞാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് കീബോർഡ്സ് എന്നുള്ള കാറ്റഗറി ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. MODioയുടെ ഒരുപാട് റേഞ്ച് കീബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു മീഡിയം ബഡ്ജറ്റിൽ നിൽക്കുന്ന കീബോർഡുകൾ എന്ന് പറഞ്ഞാൽ ഈ കീ സ്റ്റേഷൻ സീരീസിലുള്ള കീബോർഡുകളായിരിക്കും. ഓക്കെ, ഇതാണ് MODioയുടെ കീ സ്റ്റേഷൻ 49 Mark 3 ആണ്. നെക്ടാറിൽ കണ്ട അതേ സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. MODio ബെസ്റ്റ് സെല്ലിംഗ് കീബോർഡ് കൺട്രോളേഴ്സ് ആയിരുന്നു ഒരു കാലത്ത്. ഒരുപാട് കമ്പനികൾ മാർക്കറ്റിൽ വന്നതുകൊണ്ട് തന്നെ MODioയുടെ ആ ഒരു പ്രൗഢി കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് MIDI കൺട്രോളറിൻ്റെ പിക്ക് അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പിച്ച് വെൻ്റെ മോഡുലേഷന് വെലോസിറ്റി സെൻസിറ്റീവ് ആയിട്ടുള്ള കീസ് തന്നെയാണ്. ഒരു സ്ലൈഡർ ഉണ്ട് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചെറിയ ട്രാൻസ്പോർട്ട് കൺട്രോളർ കൊടുത്തിട്ടുണ്ട്. കീബോർഡിൻ്റെ റിയർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു USB പോർട്ട് ഉണ്ട്. നമുക്കൊരു സസ്റ്റൈൻ പെഡൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കെൻസിങ്ടൺ ലോക്ക് ഉണ്ട്. അതേപോലെ പവർ ഓൺ ഓഫിന് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലോസപ്പ് ആയിട്ടുള്ള വ്യൂ ഉണ്ട്. നമുക്കിവിടെ നാവിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് കൺട്രോളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെക്കോർഡ്, പ്ലേ, സ്റ്റോപ്പ് ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് അഡ്വാൻസ് സെറ്റപ്പ് ഈ കീസിൽ ഇവിടെ കാണുന്ന ഓപ്ഷനുകൾ സെലക്ട് ചെയ്യാനായിരിക്കും അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒക്ടേവ് ഷിഫ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ ട്രാൻസ്പോസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മാനുവൽ നോക്കണം. നോർമലായിട്ട് ഇത്തരം കൺട്രോളേഴ്സിൽ ഒക്ടേവ് പ്ലസ് മൈനസ് ഒരുമിച്ച് പ്രസ് ചെയ്താൽ അത് മേ ബി ട്രാൻസ്പോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. കീ സ്റ്റേഷൻ 49 MK3 is a class complaint and does not require an additional driver for the selected OS. അപ്പോൾ എനിക്ക് തോന്നുന്നത് Mac OSൽ ഇത് ക്ലാസ് കംപ്ലൈൻ്റ് ആണ്. നമുക്ക് Windows OSൽ ഡ്രൈവർ വേണമോ എന്നുള്ളത് നോക്കാം. Windows 10ൽ എനിക്ക് കാണിക്കുന്നത് കീ സ്റ്റേഷൻ 49 MK3 is a ക്ലാസ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതിന് വേറെ ഡ്രൈവേഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഡ്രൈവേഴ്സ് ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അതൊരു നല്ല ഫീച്ചറാണ് നമുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ ഒരു 11,000 ബഡ്ജറ്റിനുള്ളിൽ വരുന്ന MIDI കൺട്രോളേഴ്സിൽ തന്നെയാണ് MODioയും വരുന്നത്.
അപ്പോൾ നമുക്ക് അടുത്ത ബ്രാൻഡിലേക്ക് പോകാം. നെക്സ്റ്റ് ഒരു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ് നൊവേഷൻ എന്ന് പറയുന്നത്. ഏബിൾട്ടൺ ലൈവ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കൺട്രോളറാണ് നൊവേഷൻ എന്ന് പറഞ്ഞ കമ്പനി. നൊവേഷന് നമ്മൾ നോക്കുന്നത് ലോഞ്ച് കീ എന്ന് പറഞ്ഞ സീരീസാണ്. നൊവേഷന് ഒരുപാട് ബേസ് ലെവൽ മോഡൽസ് ഇല്ല. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരുപാട് ബേസ് ലെവലായിട്ടുള്ള മോഡൽസ് നൊവേഷൻ ഇല്ല. നൊവേഷൻ്റെ കീബോർഡുകൾ എറൗണ്ട് എങ്ങനെ പോയാലും ഒരു 15,000 എബോ ആയിരിക്കും കൺട്രോളേഴ്സ് വരിക. സോ പാർഡൻ മീ, നമ്മൾ പറഞ്ഞ ബഡ്ജറ്റിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു കീബോർഡല്ല എങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് ആയതുകൊണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിവൈസുകൾ ഇവർ ഇറക്കുന്നതുകൊണ്ടുമാണ് നൊവേഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നൊവേഷൻ്റെ ലോഞ്ച് കീ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കീബോർഡാണ്. ലോഞ്ച് കീയുടെ സെക്കൻഡ് ജെന്നാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്കൊന്നും ലോഞ്ച് കീയുടെ പുതിയ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ലോഞ്ച് കീബോർഡിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. എറൗണ്ട് 20,000 റുപ്പീസെങ്കിലും ഈ കീബോർഡിന് വിലയുണ്ട്. 18,000 to 20,000 റുപ്പീസിൻ്റെ റേഞ്ചിലായിരിക്കും ഈ കീബോർഡിൻ്റെ പ്രൈസ് വരുന്നത്. 49 കീസിന് എന്തായാലും കുറച്ചുകൂടി കുറവുണ്ടാവും. സോ ദിസ് ഈസ് ദ നൊവേഷൻ ലോഞ്ച് കീ സീരീസ്. ലോഞ്ച് കീ നമുക്ക് 4 കാറ്റഗറി ആയിട്ടുണ്ട് ഡിഫറെൻറ്റ് കീ സൈസസിൽ. 2 ഒക്ടേവ്, 3 ഒക്ടേവ്, അതുപോലെ തന്നെ 49 കീസ്, 61 കീസ്. ഇത്രയാണ് ലോഞ്ച് കീയുടെ റേഞ്ച് വരുന്നത്. കൂടുതലായിട്ടും ഏബിൾട്ടൺ ലൈവ് ബേസ്ഡ് കൺട്രോളർ ആണെങ്കിലും നമുക്ക് മറ്റുള്ള ഡോയ്സിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ക്യൂബേസും ലോജിക്കും അതുപോലെ പ്രോ ടൂൾസും ഒക്കെ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു മിഡി കൺട്രോളറാണ്. നമുക്ക് 16 പാഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഡ്രം മെഷീൻ സ്റ്റൈലുള്ള പ്ലഗിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ലെഫ്റ്റ് സൈഡ് ആയിട്ടുള്ള ഒരു ആർപിജിയേറ്റർ ഫംഗ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒക്ടേവ് പ്ലസ് മൈനസ് നമുക്കിത് ഡബിൾ പ്രസ്സിൽ തന്നെ ട്രാൻസ്പോസും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നോബ്സ് ഉണ്ട്, പാനിങ്ങും, അതുപോലെ തന്നെ നമുക്ക് സിന്തസൈസേഴ്സിൻ്റെ കട്ട് ഓഫ്, റെഫറൻസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് 9 ഫേഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, മിനി ഫേഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു മാസ്റ്റർ ഫേഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സോഫ്റ്റ്വെയർ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ഫേഡേഴ്സൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതലായിട്ടും നമ്മുടെ ഡോ ഫേഡേഴ്സിനെ കൂടാതെ സിന്തസൈസേഴ്സിൻ്റെ അകത്തുള്ള കൺട്രോളേഴ്സ് ഓപ്പറേറ്റ് ചെയ്യാനാണ് ഇവർ ഈ ഫേഡേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് കൺട്രോളേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്ലേ, പോസ്, സ്റ്റോപ്പ്, റെക്കോർഡ്, അതുപോലെ തന്നെ അൺഡു, ക്ലിക്ക് തുടങ്ങിയ ഫംഗ്ഷൻസും ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സെമി വെയ്റ്റഡ് ആയിട്ടുള്ള കീസാണ് ഇതിൽ വരുന്നത്. നമുക്ക് പുതിയ കൺട്രോളേഴ്സിൻ്റെ അകത്ത് മിഡി ഔട്ട് വരുന്നുണ്ട്. നമ്മുടെ 5 പിൻ DIN മിഡി ഔട്ട് പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ USB വരുന്നുണ്ട്, സസ്റ്റെയിൻ വരുന്നുണ്ട്, കെൻസിങ്ടൺ ലോക്ക് ഉണ്ട്. ഇതിൽ പവറിൻ്റെ ഓപ്ഷൻ കാണാൻ സാധ്യത കുറവാണ്. കാര്യം നൊവേഷൻ്റെ കീബോർഡ്സിൽ പവർ ഓപ്ഷൻസ് കണ്ടിട്ടില്ല ഈ സീരീസിൽ. ലോഞ്ച് കീ സീരീസിൽ ഈ ഒരു പോർട്ട് അഡീഷണൽ ആണ്. തൊട്ട് മുമ്പുള്ള ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷൻ ലോഞ്ച് കീയിലും ഈ പോർട്ട് ഉണ്ടായിരുന്നില്ല. മിഡി ഔട്ട് പോർട്ട് സിന്തായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. നല്ല ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് USB അല്ലെങ്കിൽ നമുക്ക് മിഡി ഔട്ട് ഉപയോഗിക്കാം. ഈ ഒരു പോർട്ടിൻ്റെ പ്രത്യേകത, നമ്മുടെ ഓഡിയോ ഇൻ്റർഫേസിൽ നമുക്ക് ഈ പോർട്ട് വേണം. നമ്മൾ പരിചയപ്പെടുത്തിയിരുന്ന ബെറിഞ്ചറിൻ്റെ UMC 204 HD എന്ന് പറഞ്ഞ ഇൻ്റർഫേസിൽ മിഡി ഇൻപുട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സോ നമുക്ക് വളരെ സിമ്പിളായിട്ട് മിഡി കേബിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മുടെ സൗണ്ട് കാർഡിൻ്റെ മിഡി ഇന്നിൽ കണക്ട് ചെയ്താൽ മതി. നമുക്ക് വേറെ ഡ്രൈവേഴ്സോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. വെറും പ്ലഗ് ആൻഡ് പ്ലേ ആണ്. സ്റ്റേജിലൊക്കെ നൊവേഷൻ്റെ കീബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഹാർഡ്വെയർ സിന്തോ അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷനോ ഉണ്ടെങ്കിൽ അതിലെ ടോൺസ് നമുക്ക് നമ്മുടെ കീബോർഡിൽ മിഡി കൺട്രോളറിൽ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സെക്കൻഡറി കീബോർഡായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ മിഡി ഔട്ട് പോർട്ട് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള പാഡ്സ് ഉണ്ട്. നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കമ്പാറ്റിബിലിറ്റി ഒന്ന് നോക്കാം. വർക്ക്സ് വിത്ത് ഏബിൾട്ടൺ ലൈവ് 10 ആൻഡ് ലൈറ്റർ. ഏബിൾട്ടൺ ലൈവ് 10 ലൈറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഫുൾ ഇൻറ്റഗ്രേഷൻ വിത്ത് ലോജിക്. ഓക്കെ, ലോജിക്, റീസൺ പ്ലസ് ഔട്ട് ഓഫ് ദ ബോക്സ് ഫംഗ്ഷനാലിറ്റി വിത്ത് ഡോസ് ഇൻക്ലൂഡിംഗ് സ്റ്റുഡിയോ 1, ക്യൂബേസ്, പ്രോ ടൂൾസ് വയ HUI. സോ HUI പ്രോട്ടോക്കോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ HUI എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോളാണ്. ഡിജി ഡിസൈനും മാക്കിയും കൂടി കമ്പൈൻ ചെയ്ത് കൊണ്ടുവന്നൊരു പ്രോട്ടോക്കോളാണിത്. ഡിജി ഡിസൈൻ എന്ന് പറയുന്നത് പ്രോ ടൂൾസിൻ്റെ ആദ്യത്തെ മേക്കേഴ്സിൻ്റെ പ്രോ ടൂൾസിൻ്റെ ഒറിജിനൽ മേക്കേഴ്സ് ഡിജി ഡിസൈനാണ്. സോ നമുക്ക് പ്രോ ടൂൾസിൽ ഒരു മിഡി കൺട്രോളർ കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രോട്ടോക്കോളാണ് HUI എന്ന് പറയുന്നത്, HUI എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതും ഈ ഒരു കീബോർഡിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പവർ റിക്വയർമെൻറ്റ് USB ബസ് പവേർഡാണ്. പവർ സപ്ലൈ നോട്ട് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയാണ് ലോഞ്ച് കീയുടെ. അത്യാവശ്യം കളർഫുള്ളായിട്ടുള്ള ഒരു കീബോർഡാണിത്. നമുക്ക് കുറച്ച് ഷോ ഓഫും അതുപോലെ തന്നെ കുറച്ച് അഡീഷണൽ ഫംഗ്ഷൻസും വേണമെന്നുണ്ടെങ്കിൽ ഈ കീബോർഡിലേക്ക് പോകാവുന്നതാണ്. പക്ഷേ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്നതല്ല. നമുക്കൊരു 20,000 ബിലോ നിൽക്കുന്നൊരു കീബോർഡാണിത്. സോ അടുത്ത ബ്രാൻഡിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ബ്രാൻഡ് ഐക്കൺ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡല്ല, പക്ഷേ അവരുടെ ഒരുപാട് കൺട്രോളേഴ്സ് ഉണ്ട്. അവർക്ക് മിഡി കൺട്രോളേഴ്സ് അല്ലാതെ തന്നെ അവർക്ക് ഡോ കൺട്രോളേഴ്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാറ്റഗറിയിലുള്ള കൺട്രോളേഴ്സ് വരുന്നൊരു കമ്പനിയാണ് ഐക്കൺ എന്ന് പറഞ്ഞത്. ഐക്കണിൻ്റെ ഒരു കീബോർഡ് ഞാൻ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കീസാണ് അവരുടെ വരുന്നത്. അവരുടെ ബിൽഡ് ക്വാളിറ്റിയും നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഫുൾ മെറ്റൽ ബോഡിയാണ് വരുന്നത്, പ്ലാസ്റ്റിക് ബോഡി അല്ല വരുന്നത്.
കീസും ക്വാളിറ്റിയുള്ള കീസാണ്. അത്യാവശ്യം ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്ന സെമി വെയിറ്റഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന കീസ് വരുന്ന കീബോർഡ്സാണ് ഐക്കണിൻ്റെ കീബോർഡ് കീബോർഡ് 5X. ഈ ഒരു കീബോർഡ് നമുക്കൊരു 10,000 ബിലോ കിട്ടുന്നൊരു കീബോർഡാണ്. അപ്പോൾ 10,000 രൂപയ്ക്കുള്ളിൽ നമുക്ക് 49 കീസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു കൺട്രോൾ സർഫസ് ഏരിയയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ക്യൂബേസ്, ലോജിക്, പ്രോ ടൂൾസ് എല്ലാം ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. ഒട്ടുമിക്ക സോഫ്റ്റ്വെയർസും ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ട്രാൻസ്പോർട്ട് കൺട്രോളർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ട്രാൻസ്പോർട്ട് കൺട്രോൾസ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൺട്രോൾ ചെയ്യാൻ സൗകര്യമാണ്. ഒരു നോബ് വരുന്നുണ്ട്, നമുക്കിത് പുഷ് ചെയ്ത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പാനിങ് മുതലായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വോളിയത്തിന് ഒരു ടച്ച് സെൻസിറ്റീവ് റിബൺ സ്റ്റൈൽ കൺട്രോളറാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ട്രാക്സ് സെലക്ട് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ 8 ഗ്രൂപ്പ് ഓഫ് ഫേഡേഴ്സ് നമുക്ക് ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്, അത് HUI MCU പ്രോട്ടോക്കോളിലാണ് അത് വരുന്നത്. അപ്പോൾ നമുക്ക് 8 ബാങ്ക്സ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. സോ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അത്യാവശ്യം നല്ലൊരു കൺട്രോൾ സർഫസ് ഏരിയ വരുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കീബോർഡോട് കൂടിയ കീബോർഡാണ്. കീസ് പ്ലേ ചെയ്തതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് നെക്ടാറിൻ്റെ കീബോർഡിൻ്റെ കീസാണ്. നല്ല മെറ്റൽ ബോഡിയാണ്, കൺസ്ട്രക്ഷനൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. സോ നമുക്ക് ഒരു ബിലോ 10,000 റേഞ്ചിലുള്ള ഒരു 49 കീസിൻ്റെ കീബോർഡാണ്. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ 61 കീസിൻ്റെ കീബോർഡും വരുന്നത്. ഓക്കെ, നമുക്ക് എക്സ്ട്രാ പവർ വേണമെങ്കിൽ കൊടുക്കാം. സോ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കമ്പ്യൂട്ടർ അല്ലാതെ ഇത് വർക്ക് ചെയ്യിക്കണം, വേറെ സിന്തസൈസേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പവർ കൊടുത്ത് ഉപയോഗിക്കാം. പവർ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് USB പോർട്ട് ഉണ്ട്, പ്ലസ് നമുക്ക് DIN MIDI പോർട്ട് ഉണ്ട്. 5 പിൻ DIN MIDI നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, വേറെ കൺട്രോളേഴ്സിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് 2 പോർട്ട് വരുന്നുണ്ട്, സസ്റ്റെയിനും അതുപോലെ തന്നെ നമുക്ക് എക്സ്പ്രഷൻ്റെ കണക്ടർ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനും വരുന്നുണ്ട്. അങ്ങനെ 2 പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കോമൺ MIDI കൺട്രോളേഴ്സിൽ കണ്ടുവരുന്നൊരു ഫീച്ചറല്ല. സസ്റ്റെയിൻ മാത്രമേ കാണാറുള്ളൂ, എക്സ്പ്രഷൻ പെഡലിൻ്റെ ഓപ്ഷൻ കാണാറില്ല. അപ്പോൾ 2 പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് റിയർ സൈഡിൽ വരുന്ന ഓപ്ഷൻ. ക്ലാസ് കംപ്ലൈൻറ്റ് വിത്ത് വിൻഡോസ് 7, 8, 10, 32 ബിറ്റ് ആൻഡ് 64 ബിറ്റ് മാക്ക് വരുന്നത്. അതായത് മാക് OSൻ്റെ ഒട്ടുമിക്ക വേർഷനിലും iOSലും എടുക്കും. സോ ഞാൻ ഈ കീബോർഡ് ഐപാഡിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഐപാഡിലും വർക്കിംഗ് ആണ്. നമുക്ക് ഡ്രൈവേഴ്സ് ആവശ്യമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മോഡേൺ MIDI കൺട്രോളേഴ്സ് USB വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് OSൽ കണക്ട് ചെയ്യാനും ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യാനും സാധിക്കും. ക്ലാസ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ വിൻഡോസും മാക്കും കമ്പാറ്റബിൾ ആണ്. OS കമ്പാറ്റബിലിറ്റി എല്ലാ OS കൊടുത്തിട്ടുണ്ട്. അവർ വളരെ നീറ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ഭയങ്കര ഫാൻസി ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ പോലും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിൻഡോസ് XP മുതലുള്ള വിൻഡോസ് 10 വരെയുള്ള OSകളിലും മാക് OS 10.8 മുതൽ മൗണ്ടൻ ലയൻ മുതൽ അങ്ങോട്ടുള്ള നമ്മുടെ കാറ്റലീന വരെയുള്ള OSകളിലും സപ്പോർട്ടാണ്. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബോഡിയും അതുപോലെ തന്നെ കീസും നല്ലൊരു കൺട്രോൾ സർഫസും കിട്ടുന്ന ഒരു ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുന്നൊരു കീബോർഡാണ്. എറൗണ്ട് ഒരു 11,500 റേഞ്ചിൻ്റെ അകത്താണ് ഈ കീബോർഡിന് പ്രൈസ് വരുന്നത്. അതൊരു വലിയ കൂടിയ പ്രൈസ് അല്ല 61 കീസിന്. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് കൺട്രോളറിലേക്ക് പോവാം.